ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു എഗ് ബ്രൊക്കോളി ബുർജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് ബുർജിയിലേക്ക് പോകാം. വരൂ. ബുർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 500 ഗ്രാം ബ്രൊക്കോളി, പിന്നെ 4 മുട്ട, പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, 3 പച്ചമുളക്, അത് എരിവിനാവശ്യമായിട്ട് നിങ്ങളിട്ടുള്ളൂ കേട്ടോ. സവാള, 2 സവാളയാണ് കേട്ടോ കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ക്യാരറ്റ്, ചെറിയ കഷ്ണം ക്യാപ്സിക്കം, പിന്നെ ടൊമാറ്റോ. ഒരു ടൊമാറ്റോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത ടൊമാറ്റോ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കടുക്, വറവലിന് വേണ്ടിയിട്ട് കടുക്, പൊട്ടുകടല, പിന്നെ കറിവേപ്പില. പിന്നെ മസാലകളെല്ലാം ചെയ്യുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാം. ഓക്കെ. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞു. നമുക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും. മീഡിയം ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരട്ടെ. അടപ്പ് തുറന്ന് നോക്കാം. നന്നായിട്ട് വാടിയിട്ടുണ്ട്, നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് വരണ്ട് വന്നതിന് ശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളിതിനെ അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഒന്ന് നോക്കാം. എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാപ്സിക്കം എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിനി മസാലകൾ ചേർത്ത് കൊടുക്കാം.
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില. എല്ലാം കൂടി നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. മസാലപ്പൊടികളെല്ലാം ഇടുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ മസാലപ്പൊടി ഇട്ട പാടെ തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എങ്കിലും ഓർമ്മിപ്പിച്ചതാണ്. അപ്പം റോ ടേസ്റ്റ് എല്ലാം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 2 സെക്കൻഡ് വേവിക്കാം. തുറന്ന് നോക്കാം. തക്കാളി എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ഇല്ലേ, നമുക്ക് ഈ ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിൽ ഉപ്പില്ലല്ലോ. ഉപ്പിട്ട് തന്നെ വേവിച്ചത്. അത് മറ്റേ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ആകുമ്പോഴേ ഉപ്പൊന്ന് പിടിക്കട്ടെ. നമുക്കിത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ബ്രൊക്കോളി ഒന്ന് ചെറുതായിട്ട് വേവട്ടെ, ഒന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട് ബ്രൊക്കോളി. വെള്ളമുണ്ട്, വെള്ളം ഒന്ന് വറ്റട്ടെ. പിന്നെ ഇതിലേക്ക് 4 മുട്ട കാണിച്ചില്ലായിരുന്നോ, അതിന് ഞാനിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഇതിൻ്റെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ ഇടാം. കൊടുക്കാം. നമ്മുടെ മുട്ട ബ്രൊക്കോളി ബുർജി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. ചൂടോടെ കഴിക്കാനാണ് ഇതിൻ്റെ ടേസ്റ്റ്. കൊടുക്കട്ടെ.
കഴിച്ച് നോക്കൂ. ചൂട് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്. നമുക്ക് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ബുർജി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ഫ്ലെയിം ഓഫ് ചെയ്യാം.